വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻ. കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആയ നോ സൂണർ ദാനും ആസ് സൂൺ ആസും അതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്നാണ്. കോറിലേറ്റീവ് കൺജങ്ഷൻസ് മറ്റ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ് എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഇതൊക്കെ അതേ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് നോ സൂണർ ദാൻ. അതുപോലെയാണ്. അപ്പോൾ കോറിലേറ്റീവ് എന്ന് പറയാൻ കാരണം ആസ് വെൽ ആസ് പോലെയല്ല അത് ഉപയോഗിക്കുന്നത്. ഇതിവിടെ ആസ് വെൽ ആസ് ഇങ്ങനല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കോറിലേറ്റഡ് ആണ്. നമ്മൾ ആ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നോ സൂണർ ദാൻ ഈസ് എ കോറിലേറ്റീവ് കൺജങ്ഷൻ. നോ സൂണർ രണ്ട് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നോ സൂണർ ഹാഡ് പ്ലസ് പി പി ഫോം ഉപയോഗിച്ചും നോ സൂണർ ഡിഡ് പ്ലസ് പ്രസന്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചും നമുക്ക് സെന്റൻസുകൾ എഴുതാം. അതായത് രണ്ട് സംഭവങ്ങളെ, സപ്പോസ് ടു ഇൻസിഡൻസ് ഹാപ്പൻഡ് ഇൻ പാസ്റ്റിൽ നടന്ന രണ്ട് സംഭവങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഒന്ന് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത സംഭവം നടന്നു. ഈ രണ്ട് സംഭവങ്ങളെയും നമ്മൾ ചേർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്തുപയോഗിക്കുന്നത്? നോ സൂണർ ദാൻ ഉപയോഗിക്കുന്നത്. ടെസ്റ്റിൽ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ഡെഫിനിഷൻ പറയുന്നില്ല. ഇവിടെ when the second event occurs immediately after the first. When the second event occurs immediately after the first. ആദ്യത്തെ സംഭവം നടന്ന ഉടൻ തന്നെ രണ്ടാമത്തെ സംഭവം നടക്കുന്നു. They can be connected with no sooner than. അപ്പോഴാണ് നമ്മൾ ഏതുകൊണ്ട് കണക്ട് ചെയ്യുന്നത്? നോ സൂണർ ദാൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്. ഇനി നോ സൂണർ ഷുഡ് ബി ആഡഡ് ടു ദി ഇവന്റ് ദാറ്റ് ഒക്കേർഡ് ഫസ്റ്റ്. ആദ്യം നടന്ന സംഭവത്തിന് മുന്നിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നോ സൂണർ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്നിട്ട് ഹാഡ് ഓർ ഡിഡ് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് നോ സൂണർ. അതിനോടൊപ്പം ഒന്നുകിൽ നമുക്ക് ഹാഡ് ഉപയോഗിക്കാം. ഹാഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇഫ് വി യൂസ് ഹാഡ് വി ഹാവ് ടു അപ്ലൈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. വെർബിന്റെ മൂന്നാമത്തെ രൂപം അപ്ലൈ ചെയ്യുക. ഡിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രസന്റ് സിമ്പിൾ ടെൻസും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് നോ സൂണർ ദാനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് റീഡ് ദി ഫോളോയിങ് ആക്ടിവിറ്റി 3ൽ റീഡ് ദി ഫോളോയിങ് സെന്റൻസ് ഫ്രം ദി സ്റ്റോറി. ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. നോ സൂണർ ഹാഡ് ദി സർജൻ ബാങ്ക്ഡ് ദി ഡോർ ദാൻ ഹി സാ ദി ഡോക്ടർ ഹർലി കമ്മിങ് ഡൗൺ. അപ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് നടന്നത്. നോ സൂണർ ഹാഡ് ദി സർജൻ ബാങ്ക്ഡ് പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ദാൻ ഹി സാ ദി ഡോക്ടർ ഹർലി കമ്മിങ് ഡൗൺ. അപ്പോൾ no sooner had the surgeon banged the door than he saw the doctor hurriedly coming down. അപ്പോൾ ഇവിടെ which event happened first എന്ന് ചോദിച്ചാൽ the surgeon banged the door എന്നുള്ളതാണ് ഫസ്റ്റ്. അതിന് മുന്നിലാണ് നമ്മൾ no sooner ഉപയോഗിക്കേണ്ടത്. which is happened first, we have to use a no sooner before it. then രണ്ടാമത്തതോ what was the second event? saw the doctor hurriedly coming down. സാ ദി ഡോക്ടർ ഹർലി കമ്മിങ് ഡൗൺ. താഴേക്ക് വളരെ രീതിയിൽ ഡോക്ടർ വരുന്നതാണ് രണ്ടാമത്തത്. ഡിഡ് ദി സെക്കൻഡ് ഇവന്റ് ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി ഓർ ആഫ്റ്റർ സം ടൈം? ഇമ്മീഡിയറ്റ്ലി ഹാപ്പൻഡ്, നോട്ട് ആഫ്റ്റർ സം ടൈം. പെട്ടെന്ന് തന്നെ സംഭവിച്ചു. ഹൗ വി ലിങ്ക്ഡ് ദി ടു ഇവന്റ്സ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? നോ സൂണർ ആദ്യം ഉപയോഗിച്ചു, പിന്നീട് പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് ദി സർജൻ ബാങ്ക്ഡ് ദി ഡോർ, അതിനുശേഷം രണ്ടാമത്തെ ഇൻസിഡന്റിന് മുമ്പിൽ ദാൻ ഹി സാ ദി ഡോക്ടർ ഹർലി കമ്മിങ് ഡൗൺ. മറ്റ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. റീഡ് ദി ഫോളോയിങ് സെന്റൻസസ് ആൻഡ് കംപ്ലീറ്റ് ദം സ്യൂട്ടബിളി. നോ സൂണർ ഹാഡ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദാൻ ദി ട്രെയിൻ ലെഫ്റ്റ്. നോ സൂണർ ഹാഡ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ. അപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു, അതാണ് ആദ്യം. നോ സൂണർ ഹാഡ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദാൻ ദി ട്രെയിൻ ലെഫ്റ്റ്. രണ്ടാമത്താണ് ട്രെയിൻ ലെഫ്റ്റ് എന്നുള്ളത്. ഇനി അപ്പോൾ അവിടെ ഹാഡ് പി പി ഫോം ആണ് അപ്ലൈ ചെയ്യുന്നത്. നോ സൂണർ ഹാഡ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോ സൂണർ ഹാഡ് ഐ റീച്ച്ഡ്, അതുകൊണ്ട് റീച്ച്ഡ് മൂന്നാമത്തെ ഫോം. രണ്ടാമത്തെ സംഭവത്തിന് മുന്നിൽ ദാൻ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇനി ഡിഡ് ചേർക്കുമ്പോഴോ നോ സൂണർ ഡിഡ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദാൻ ദി ട്രെയിൻ ലെഫ്റ്റ്. രണ്ടാമത്തെ പാർട്ടിൻ്റെ ഒരു വ്യത്യാസമില്ല, പക്ഷേ ഫസ്റ്റ് പാർട്ടിൽ ഡിഡ് ഐ റീച്ച് എന്നാവും. ഡിഡ് ഐ റീച്ച്, റീച്ച്ഡ് എന്തായി മാറും? ഡിഡ് ഐ റീച്ച്.
ആദ്യത്തിൽ ഹാർഡ് റീച്ച്ഡ്. ഓക്കെ, അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ടത് ഡിഡ് നോ സൂണർ ഡിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്രസന്റ് സിമ്പിൾ ഉപയോഗിക്കണം. നോ സൂണർ ഹാഡ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ദാറ്റ്സ് ഓൾ. രണ്ടാമത്തെ സംഭവത്തിന് മുന്നിൽ ദാൻ ഉപയോഗിക്കണം. അതാണ് നോ സൂണർ ദാന്റെ ഒരു പ്രയോഗം. ഇനി നോ സൂണർ ഹാഡ് വി ഹാർഡ് ദി സൗണ്ട് ദാൻ വി റഷ്ഡ് ടു ദി സ്പോട്ട്. ശബ്ദം കേട്ട മാത്രമേ തന്നെ എന്ത് ചെയ്യുന്നു? വി റഷ്ഡ് ടു ദി സ്പോട്ടിലേക്ക് ഞങ്ങൾ കുതിച്ചെത്തുന്നു. അത് ഹാഡ് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. നോ സൂണർ ഹാഡ് വി ഹേർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ PP ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അത് നോ സൂണർ ഡിഡ് ചേർക്കുമ്പോഴോ ഹാർഡ് എന്നുള്ളത് ഹിയർ ആക്കിയാൽ മതി. അപ്പം ഒരു സെൻറ്റൻസ് നോ സൂണർ ഡിഡ് വി ഹിയർ, ബാക്കി അതുപോലെ ദി സൗണ്ട് ദാൻ വി റഷ്ഡ് ടു ദി സ്പോട്ട്. ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഹാർഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. ഇനി ഡിഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രസന്റ് സിമ്പിൾ ഫോം ഉപയോഗിക്കുക. റീച്ച്ഡിനെ പിരിച്ചപ്പോൾ ഡിഡ് പ്ലസ് റീച്ച് കിട്ടി, അതുപോലെ ഹേർഡിനെ പിരിക്കുമ്പോൾ ഡിഡ് പ്ലസ് ഹിയർ കിട്ടും. മൂന്നാമത്തെ സെൻസ് നോ സൂണർ ഹാഡ് ഷീ ഫിനിഷ്ഡ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സെൻസിൽ രണ്ടാമത്തെ പാർട്ടിൽ നോ സൂണർ ഡിഡ് ഷീ ഫിനിഷ് എന്നുണ്ട് ദി പ്രൊജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. അപ്പോൾ ഡിഡ് ഷീ ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാഡ് ചേർക്കുമ്പോൾ ഷീ ഫിനിഷ്ഡ്. അപ്പോൾ നോ സൂണർ ഹാഡ് ഷീ ഫിനിഷ്ഡ് ദി പ്രൊജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. ഓക്കെ, ഇനി ന്യൂ വൺ. ഡാഷ് ഐ റിസീവ്ഡ് ഹെർ കാൾ. നോ സൂണർ ഹാഡ് ഐ റിസീവ്ഡ് ഹെർ കാൾ ദാൻ ഐ ലെഫ്റ്റ് ദി ഹൗസ്. നോ സൂണർ ഹാഡ് ഐ റിസീവ്ഡ് വരുമ്പോൾ അറിയാൻ ഹാഡ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അടുത്ത നോ സൂണർ ഡിഡ് ഐ റിസീവ് ഹെർ കാൾ ഐ ലെഫ്റ്റ് ദി ഹൗസ്. ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്പ്രസ് ദി സെയിം ഐഡിയ യൂസിങ് ഹാർഡ്ലി ഓർ സ്കേഴ്സ്ലി വെൻ. അപ്പം നോ സൂണർ ദാൻ ആണെങ്കിൽ ഹാർഡ്ലി ഓർ സ്കേഴ്സ്ലി വെൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഉദാഹരണം നോക്കാം. ഹാർഡ്ലി ഐ ഹേർഡ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ വെൻ ദി ട്രെയിൻ ലെഫ്റ്റ്. അപ്പോൾ ദാന് പകരം അവിടെ വെൻ ഉപയോഗിച്ചു. നോ സൂണറിന് പകരം ഹാർഡ്ലി ഉപയോഗിച്ചു. ഹാർഡ്ലി ഹാർഡ് ഐ റീച്ച്ഡ്. അത് സ്കേഴ്സ്ലി ഹാർഡ് ഐ റീച്ച്ഡ് എന്നും പറയാം. അപ്പോൾ സ്കേഴ്സ്ലി ഹാർഡ് വി ഹേർഡ് ദി സൗണ്ട് വെൻ വി റഷ്ഡ് ടു ദി സ്പോട്ട്. ഹാർഡ്ലി ഹാർഡ് ഷീ ഫിനിഷ്ഡ് ദി പ്രൊജക്ട് വെൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ. സ്കേഴ്സ്ലി ഹാർഡ് ഐ റിസീവ്ഡ് ഹെർ കാൾ വെൻ ഐ ലെഫ്റ്റ് ദി ഹൗസ്. അപ്പോൾ അവിടെ സ്കേഴ്സ്ലി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്കേഴ്സ്ലി ഹാർഡ്, ഹാർഡ്ലി ഹാർഡ്, നോ സൂണർ ഹാഡ്, നോ സൂണർ ഡിഡ്. അപ്പോൾ സ്കേഴ്സ്ലി ഹാർഡ്ലി ഉപയോഗിക്കുമ്പോൾ ഹാഡ് മാത്രം അപ്ലൈ ചെയ്യുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുക. ദാന് പകരം വെൻ അപ്ലൈ ചെയ്യുക. ഹാർഡ്ലി സ്കേഴ്സ്ലി അപ്ലൈ ചെയ്യുമ്പോൾ വെൻ ആണ് ദാന് പകരം ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ആസ് സൂൺ ആസ് പ്രയോഗത്തിലേക്ക് വരുന്നു. ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദി ട്രെയിൻ ലെഫ്റ്റ്. എപ്പോൾ ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദി ട്രെയിൻ ലെഫ്റ്റ്. ആസ് സൂൺ ആസ് വി ഹേർഡ് ദി സൗണ്ട്, ശബ്ദം കേട്ടപ്പോൾ വി റഷ്ഡ് ദി സ്പോട്ട്. അപ്പം ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദി ട്രെയിൻ ലെഫ്റ്റ്. അപ്പോൾ ആദ്യം ട്രെയിൻ ലെഫ്റ്റ്, ചെന്നപ്പോഴേക്കും ട്രെയിൻ പോയി. ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദി ട്രെയിൻ ലെഫ്റ്റ്. ആസ് സൂൺ ആസ് വി ഹേർഡ് ദി സൗണ്ട്, ശബ്ദം കേട്ടപ്പോൾ വി റഷ്ഡ് ദി സ്പോട്ട്, ആ സ്പോട്ടിലേക്ക് കുതിച്ചു. ആസ് സൂൺ ആസ് ഷീ ഫിനിഷ്ഡ് ദി പ്രൊജക്റ്റ് ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. ആസ് സൂൺ ആസ് ഷീ ഫിനിഷ്ഡ് ദി പ്രൊജക്റ്റ്, നിലവിലെ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്തപ്പോഴേക്കും പുതിയ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. ആസ് സൂൺ ആസ് ഐ റിസീവ്ഡ് ഹെർ കാൾ, എപ്പോഴാണോ അവളുടെ കാൾ എനിക്ക് കിട്ടിയത് ഐ ലെഫ്റ്റ് ദി ഹൗസ്, അപ്പോഴേ ഞാൻ വീട് വിട്ടു. അതാണ് ആസ് സൂൺ ആസും നോ സൂണർ അല്ലെങ്കിൽ നോ സൂണർ ദാനും നോ സൂണർ ഹാഡും നോ സൂണർ ഡിഡും സ്കേഴ്സ്ലി ഹാർഡും ഹാർഡ്ലി ഹാർഡും തമ്മിലുള്ള വ്യത്യാസം. ആസ് സൂൺ ആസ്, അപ്പോൾ നമ്മൾ അതിനുശേഷം ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദി ട്രെയിൻ ലെഫ്റ്റ്, രണ്ടും പാസ്റ്റ് സിമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദി ട്രെയിൻ ലെഫ്റ്റ്, രണ്ട് സംഭവവും പാസ്റ്റിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു സെൻറ്റൻസ് ഞാൻ പറയാം. വെൻ ദി ഡോക്ടർ അറൈവ്ഡ് ദി പേഷ്യന്റ് ഹാഡ് ഡൈഡ്. വെൻ ദി ഡോക്ടർ ഹാഡ് അറൈവ്ഡ് ദി പേഷ്യന്റ് വെൻ ദി ഡോക്ടർ അറൈവ്ഡ് ദി പേഷ്യന്റ് ഹാഡ് ഡൈഡ്. ഡോക്ടർ എത്തിയപ്പോഴേക്കും പേഷ്യന്റ് മരിച്ചു എന്ന് പറയുമ്പോൾ പേഷ്യന്റ് മരിച്ചെന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. അപ്പം പാസ്റ്റിൽ രണ്ട് സംഭവങ്ങൾ നടന്നു. ആദ്യം നടന്ന സംഭവം നമ്മൾ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നു, രണ്ടാമത്തെ സംഭവം പാസ്റ്റ് സിമ്പിളിലും പറയുന്നു. ലൈക്ക് ദാറ്റ് ഇവിടെ ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ദി ട്രെയിൻ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നു. എത്തിച്ചേരുന്നതും ട്രെയിൻ പോകുന്നതും.
ആസ് സൂൺ ആസ് വി ഹേർഡ് ദി സൗണ്ട്, നമ്മൾ എപ്പോഴാണോ ശബ്ദം കേട്ടത്, വി റഷ്ഡ് ടു ദി സ്പോട്ട്, രണ്ടും ഒരേ സമയം സംഭവിക്കുന്നു. ശബ്ദം കേൾക്കുന്നതും ആ സ്പോട്ടിലേക്ക് കുതിക്കുന്നതും. ആസ് സൂൺ ആസ് ഷീ ഫിനിഷ്ഡ് ദി പ്രൊജക്റ്റ്, എപ്പോഴാണോ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യുന്നത്, ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ, പെട്ടെന്ന് തന്നെ അടുത്തങ്ങ് ആരംഭിച്ചു. ആസ് സൂൺ ആസ് ഐ റിസീവ്ഡ് ഹെർ കാൾ, എപ്പോഴാണോ അവളുടെ കാൾ എനിക്ക് കിട്ടിയത്, ഐ ലെഫ്റ്റ് ന്യൂസ്, അപ്പോഴേ ഞാൻ. അപ്പോൾ ഇവിടെയെല്ലാം പാസ്റ്റ് സിമ്പിൾ ആണ് അപ്ലൈ. ആസ് സൂൺ ആസ് ഉപയോഗിക്കുമ്പോൾ അവിടെയെല്ലാം പാസ്റ്റ് സിമ്പിൾ ആണ് രണ്ട് പാർട്ടിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു 5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അവിടെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും തമ്മിലൊന്ന് വേർതിരിച്ച് പറയാനാണ് ആദ്യം അതിൽ പറഞ്ഞിരിക്കുന്നത്. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഐ ആം ഗോയിങ് ഇൻ ടു ദി ഫോറസ്റ്റ്, ഞാൻ വനത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഐ ആം ഗോയിങ് ഇൻ ടു ദി ഫോറസ്റ്റ്, ഞാൻ വനത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നൗൺ ഫ്രേസ് ഐ ആണ്. ആം ഗോയിങ് ഇൻ ടു ദി ഫോറസ്റ്റ് എന്ന് പറയുന്നത് വെർബ് ഫ്രേസ് ആണ്. ആ വെർബ് ഫ്രേസിനെ തന്നെ വീണ്ടും പ്രിപ്പോസിഷൻ ഫ്രേസ് ആയിട്ട് അതിലെ ഓരോന്നിനെയും വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട്. ആം ഗോയിങ് എന്ന് പറഞ്ഞാൽ വെർബ് കണ്ടിന്യൂസ് ഫോമാണ്. അതിൽ ആം എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഇൻഡു എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാണ്. ദി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കിളാണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഫോറസ്റ്റ് ഒരു നൗണാണ്. അപ്പോൾ അതേ രീതിയിൽ ഒരു ചാർട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നൗ റീഡ് ദി ഫോളോയിങ് സെന്റൻസസ് ആൻഡ് ഐഡന്റിഫൈ ദി പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഇൻ ഈച്ച് സെന്റൻസ്. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. അറിയാവുന്ന പ്രിപ്പോസിഷനിൽ ആരംഭിക്കുന്ന ഫ്രേസാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ദാറ്റ്സ് ഓൾ. അത്രയും മാത്രം ഓർമ്മിക്കുക. അതുകൊണ്ട് യു മസ്റ്റ് നോ പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രിപ്പോസിഷണൽ ഫ്രേസ് എഴുതാൻ പറ്റൂ. നോക്കാം നമുക്ക്. കം ഇൻ ടു ദി ഗാർഡൻ വിത്ത് മീ. കം ഇൻ ടു ദി ഗാർഡൻ വിത്ത് മീ. ഇവിടെ 2 പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? വരിക, ഇൻ ടു ദി ഗാർഡൻ, പൂന്തോട്ടത്തിലേക്ക് വരിക, വിത്ത് മീ, എന്നോടൊപ്പം. അവിടെ ഇൻ ടു എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. വിത്ത് മീ എന്നുള്ളത് മറ്റൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അടുത്ത സെൻസോ, ഷീ വാണ്ടഡ് ടു ഗോ ടു ദി മൂവി. ടു ഗോ ടു ദി മൂവി എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ടു ഗോന്നും ടു ദി മൂവി അല്ലെങ്കിൽ ടു ഗോ ടു ദി മൂവീസ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഗേൾ ഫ്രം ദി നിയർ ബൈ സിറ്റി. ഫ്രം ദി നിയർ ബൈ സിറ്റി ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഇൻ ദി ലാബ് എന്ന് പറയുന്നത് അടുത്ത പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ദി സ്റ്റോറീസ് ഇൻ ദാറ്റ് ബുക്ക്. ഇൻ ദാറ്റ് ബുക്ക്. ഇൻ ദാറ്റ് ബുക്ക്. ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആയതുകൊണ്ട് ഇൻ ദാറ്റ് ബുക്ക്. ബൈ മൈ ഫ്രണ്ട്. ബൈ ഒരു പ്രിപ്പോസിഷൻ ആണ്. ഷീ വാസ് ലുക്കിംഗ് ഫോർ എ മാൻ വിത്ത് മണി. ഷീ വാസ് ലുക്കിംഗ് ഫോർ എ മാൻ. ഫോർ ഒരു പ്രിപ്പോസിഷൻ ആണ്. വിത്ത് മണി എന്നുള്ളത് മറ്റൊരു പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ അതിലെ പ്രിപ്പോസിഷൻ ഫ്രേസ് എന്തൊക്കെയാണ്? ഇൻ ടു ദി ഗാർഡൻ, വിത്ത് മീ, അത് രണ്ടും പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. വാണ്ടഡ് ടു ഗോ ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ്. ടു ദി മൂവീസ് എന്ന് പറയുന്നത് അനദർ. ഫ്രം ദി നിയർ ബൈ സിറ്റി പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഇൻ ദി ലാബ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഇൻ ദി ബുക്ക് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇൻ ദാറ്റ് ബുക്ക് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ബൈ മൈ ഫ്രണ്ട് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഷീ വാസ് ലുക്കിംഗ് ഫോർ എ മാൻ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. വിത്ത് മണി പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ ഗ്രാമർ ഭാഗം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കും. നിങ്ങളുടെ പരീക്ഷ മാർച്ച് 3-ാം തീയതിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിനു മുമ്പ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. Please subscribe, share and support me. Okay, thank you.